തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ, ഡെപ്യൂട്ടി മേയർ അടക്കം 9 കൗൺസിലർമാർക്കാണ് ഗുരുതരമായിട്ടുള്ള പരിക്ക് പറ്റി അവരെ മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. എന്റെ പൊന്നു ദൈവമേ, നമ്മുടെ സുരേന്ദ്രൻ സാർ പറയുന്നത് കേട്ടപ്പോ സത്യമായിട്ട് എനിക്ക് ചിരിയാ വന്നത്. അല്ല, ഒരാള് വയ്യാതെ കിടക്കുമ്പോൾ ചിരിക്കാൻ പാടില്ല എന്നാണ്, എന്നാൽ ഈ പറയുന്നതൊക്കെ സത്യമാണ്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? എന്തായാലും പുള്ളി പറയുന്ന ഒന്ന് കേട്ടു നോക്കിക്കേ. മേയറുടെ കാലിന് ഫ്രാക്ചർ ഉണ്ട്, നല്ല ഗുരുതരമായിട്ടുള്ള പരിക്കുണ്ട്. ഡെപ്യൂട്ടി മേയർക്ക് തലക്കടിയേറ്റതിന്റെ പേരിൽ അവർ 2 തവണ ഛർദ്ദിച്ചു. മറ്റ് പ്രധാനപ്പെട്ട കൗൺസിലർമാർക്കെല്ലാം നല്ല പരിക്കുണ്ട്. വളരെ ആസൂത്രിതമായിട്ടുള്ള അക്രമമാണ് ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ LDFന്റെ കൗൺസിലർമാരും ഗുണ്ടകളും ചേർന്ന് നടത്തിയത്. സുരേഷ് സാറിനെ ഒന്ന് കാണണമായിരുന്നു. മേയറെയും ഡെപ്യൂട്ടി മേയറെയും സ്റ്റാൻഡിംഗ് കൗൺസിൽ മെമ്പർമാരെയും അകത്ത് കടത്താതിരിക്കാൻ കാലത്ത് മുതൽ വളരെ ആസൂത്രിതമായിട്ടുള്ള ഗൂഢാലോചന നടന്നു. മുതലെടുക്കണേണ സജി, കൊതിയുണ്ടാടാ. ഈ ആക്രമണത്തെ ശക്തമായി അപലപിക്കുന്നു. ജനാധിപത്യ സംവിധാനത്തിൽ വെച്ചുപൊറുപ്പിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് CPM ചെയ്തിരിക്കുന്നത്. പുള്ളിയുടെ ഈ വർത്താനമൊക്കെ കേട്ടപ്പോ എനിക്കിതാണ്ട് ഈ സീനാവാൻ കാല് തല്ലി ഓടിച്ചോന്നല്ലേ? അതെ, നേരെ ഓടിയിട്ടുണ്ട്. ഇത്രയും പെട്ടെന്ന് പത്രത്തിൽ വന്നു. ആശാന്റെ കാല് തല്ലി ഓടിച്ചത് പത്രത്തിൽ കിടക്കണം. ഞാൻ ഈ പത്രക്കാരെ കൊണ്ട് തോറ്റു. ഞാൻ എന്ത് ചെയ്യാണെന്ന് നോക്കി നടക്കുക, അവന്മാര് പത്രത്തിലിടാൻ. ആശാന്റെ കാൽ തല്ലി ഓടിച്ചു. ഫോട്ടോയുണ്ടല്ലോ. അയ്യോ, ഇത് ഇവന്മാരെ എപ്പ എടുത്തു?